ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങളടക്കമുള്ള ചില മാധ്യമങ്ങൾ പറഞ്ഞിരുന്നു പ്രതിപക്ഷം പഴയതുപോലെയല്ല എന്ന്. എന്നാൽ പാർലമെന്റിൽ ശ്രീ നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയെ ബാലക് ബുദ്ധി എന്നൊക്കെ പറഞ്ഞ വിഷയം ലഘൂകരിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷം പഴയതുപോലെ അല്ല എന്ന് മാത്രമല്ല വെൽ പ്ലാൻഡ് ആണ് അവരുടെ ഓരോ നീക്കമെന്നും ഓരോ ദിവസം കഴിയുന്തോറും മനസ്സിലാക്കാൻ കഴിയുന്നു. നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രതിപക്ഷത്തോടൊപ്പം തന്നെ ഒരു വലിയ വിഭാഗം മോദി വിരുദ്ധർ അല്ലെങ്കിൽ BJP വിരുദ്ധരായ മാധ്യമങ്ങൾ കൂടി അണിനിരന്നു. ആ അണിനിരുന്നതിന് മുൻപിൽ അപകടം തിരിച്ചറിയാൻ കഴിയാതെ വന്ന BJP ഇല്ലേ ആ അപകടം തിരിച്ചറിഞ്ഞിട്ടും അനങ്ങാതെ അലസന്മാരായിരുന്ന BJP അതിൻ്റെ തിക്തഫലം അനുഭവിക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിലാണ് അവർ പ്ലാൻഡ് ആണെന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ പറയുന്നത്. കാരണം പാർലമെൻറ്റിൽ നടക്കുന്ന വിഷയങ്ങൾ, അതായത് ഈ ഒരു ബഡ്ജറ്റ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിർമ്മലാ സീതാരാമൻ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ബഡ്ജറ്റ്, ആ ബഡ്ജറ്റിനെ കുറിച്ച് ചിദംബരം വിമർശിക്കാനായി വിളിച്ചു ചേർത്ത മാധ്യമ പ്രവർത്തകരുടെ ആ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇല്ലെങ്കിൽ ആ പ്രസ് മീറ്റിൽ അദ്ദേഹം പറഞ്ഞ കാര്യം, ഞങ്ങൾ 2024 ജയിച്ചിരുന്നുവെങ്കിൽ നടപ്പാക്കാനായി വാഗ്ദാനം ചെയ്ത പല കാര്യങ്ങളുമാണ് ഇപ്പോൾ നരേന്ദ്രമോദി ബഡ്ജറ്റിലൂടെ പറയുന്നത്. മല്ലികാർജ്ജുന ഖാർഗെയും അതുതന്നെയാണ് പറയുന്നത്, ഞങ്ങളുടെ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ. അതായത് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് ബാക്കി ഉള്ളവരാരും ബഡ്ജറ്റിനെ കുറിച്ചൊന്നും ഇല്ലെങ്കിൽ വാഗ്ദാനങ്ങളൊന്നും വലുതായിട്ട് മറ്റ് പ്രാദേശിക പാർട്ടികൾ നൽകിയില്ലെങ്കിലും കോൺഗ്രസ് നൽകിയിരുന്നു. അപ്പോൾ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കാലത്തും അതിന് മുൻപുമൊക്കെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ പുതിയ രൂപത്തിൽ വന്നതെന്ന് കോൺഗ്രസ്സുകാർ തന്നെ സമ്മതിക്കുമ്പോൾ അതിനെ എതിർക്കേണ്ട കാര്യമില്ല. പക്ഷേ കോൺഗ്രസ്സുകാരടക്കമുള്ള പ്രതിപക്ഷം ചെയ്തത് ഈ ബഡ്ജറ്റ് പ്രസംഗത്തിന് തൊട്ടു പിന്നാലെ രണ്ട് രീതിയിലുള്ള ഒരു നരേറ്റീവ് സൃഷ്ടിക്കാൻ മാധ്യമങ്ങൾക്ക് ഇട കൊടുത്തു. മാധ്യമങ്ങൾക്ക് ഇട കൊടുക്കുന്നു എന്നുള്ളതല്ല, ശ്രദ്ധിച്ചാൽ മനസ്സിലാകാൻ കഴിയും. ആ നിർമ്മലാ സീതാരാമൻ്റെ ആ ബഡ്ജറ്റ് പ്രസംഗം 62 പേജുള്ള ബഡ്ജറ്റ് പ്രസംഗം വായിച്ച് കഴിഞ്ഞുടൻ ആദ്യം വന്ന ഒരു കമൻറ്റ്, അല്ലെങ്കിൽ ആദ്യം വന്ന പ്രതിപക്ഷത്തിൻ്റെ കമൻറ്റ്, സഖ്യകക്ഷികളെ ഭയന്നുകൊണ്ട് അവർക്ക് വാരിക്കോരി നൽകിയെന്ന്. ആ ബഡ്ജറ്റിന് തൊട്ട് മുമ്പ് ഉള്ള ദിവസങ്ങളിൽ, അതായത് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലെ പ്രസ്താവനകൾ പ്രതിപക്ഷത്തിന് നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും. അപ്പോഴൊക്കെ പ്രതിപക്ഷങ്ങളും പ്രതിപക്ഷം പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളും പറഞ്ഞത് ഈ ബഡ്ജറ്റ് സമ്മേളനത്തിൽ JDUയും TDPയും ഒക്കെ വലിയ സമ്മർദ്ദം ചെലുത്തും, ഭരണം താഴെ പോകും, ഇല്ലെങ്കിൽ മോഡിയെ വിറപ്പിക്കുമെന്ന്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. വാരിക്കോരി നൽകിയതുമില്ല. കാരണം സ്വാഭാവികമായി ഇപ്പോഴുള്ള പദ്ധതികൾക്ക് എക്സ്റ്റൻഷനായി കുറേ പണം അനുവദിക്കുകയാണ്. അതെല്ലാ സംസ്ഥാനങ്ങൾക്കും അനുവദിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ കുറച്ച് കൂടുതൽ പണം അനുവദിച്ചതാണ് ബീഹാറിനും ആന്ധ്രയും. സ്വാഭാവികമായി അവർക്ക് നൽകേണ്ട പണം തന്നെയാണത്. നിലവിൽ നമ്മുടെ ഇന്ത്യയിൽ തലസ്ഥാനമില്ലാതെ ഉയർന്നൊരു സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. അവർക്ക് ആ തലസ്ഥാനം അമരാവതിയിൽ പണിയുന്നതിനുള്ള പണമാണ് നൽകിയത്. അത് കോടതി തന്നെ പറഞ്ഞിരുന്നാണ് ആ പണം നൽകി എത്രയും പെട്ടെന്ന് അത് മുൻപോട്ട് കൊണ്ടുപോകാൻ. ഏതായാലും അങ്ങനെയൊക്കെ കാര്യം നിൽക്കുന്നു. അപ്പോൾ തന്നെ മാധ്യമങ്ങൾ മുഴുവൻ ഈ വാർത്ത ഏറ്റുപിടിക്കുന്നു, വലിയ ചർച്ചയായി മുൻപോട്ട് പോകുന്നു. അതിനുശേഷം മറ്റ് മാധ്യമങ്ങൾ ഇതിൻ്റെ ഈ വാർത്തയുടെ പൊള്ളത്തരം തുറന്നു കാട്ടി രംഗത്തെത്തുന്നു. പ്രതിപക്ഷം അപ്പോഴേക്കും ചെയ്തത്, കേരളമടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ പറഞ്ഞത്, കേരളത്തിൻ്റെ പേര് പരാമർശിച്ചിട്ടില്ല, കേരളത്തിനൊന്നും തന്നില്ല. അങ്ങനെ പ്രാദേശിക അടിസ്ഥാനത്തിലേക്ക് പ്രതിപക്ഷം വലിയുന്നു. ഇതിനെ കൂട്ടുപിടിച്ചുകൊണ്ട് മാധ്യമങ്ങൾ വീണ്ടും രംഗത്തെത്തുന്നു. കുറേ സമയം കഴിയുമ്പോൾ വീണ്ടും ഈ വലതുപക്ഷത്തെ അനുകൂലിക്കുന്ന മാധ്യമങ്ങൾ ഈ കള്ളം പൊളിച്ചടുക്കിക്കൊണ്ട് വീണ്ടും രംഗത്തെത്തുന്നു. അപ്പോഴേക്കും വീണ്ടും പ്രശ്നങ്ങൾ വേറൊരു തലത്തിലേക്ക്, അതായത് നിരാശാജനകമാണ് ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞ് പ്രശ്നം അവിടെ തീരുന്നു. കാരണം ഈ ബഡ്ജറ്റ് ആരെയും സന്തോഷിപ്പിക്കുന്നുമില്ല, ആരെയും ദുഃഖിപ്പിക്കുന്നുമില്ല എന്ന രീതിയിൽ, അത് മുൻപ് അവർ തുടർന്ന് വന്ന പദ്ധതികളുടെ എക്സ്റ്റൻഷൻ മാത്രമായിട്ട് മുൻപോട്ട് അതാണ് വേണ്ടത്. അപ്പം ആ വാർത്ത, ഇല്ലെങ്കിൽ ആ വാർത്തയും പ്രതിപക്ഷത്തിൻ്റെ ആക്ഷനുമെല്ലാം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ തീരുന്നു. അതായത് അവസാനമായി പറഞ്ഞത് നിരാശാജനകമെന്ന് ഒറ്റ വരിയിൽ ഒതുക്കി. രാവിലെ മുതൽ അവർ തുടങ്ങിയ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിച്ചാലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഭരണപക്ഷത്തെ ആക്രമിക്കുന്നു. അതിനൊപ്പം തന്നെ മീഡിയാസ് കഥ മെനഞ്ഞ് മുൻപോട്ട് കൊണ്ടുപോകും. ഇന്ന് അവർ ചെയ്ത ഒരു കാര്യം, പാർലമെൻറ്റിൽ വലിയ ബഹളം ഉണ്ടാക്കുന്നു. പാർലമെൻറ്റിൽ ബഹളവും ഒച്ചപ്പാടും ഉണ്ടാക്കുന്നതൊന്നും ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ശ്രദ്ധിക്കാറ് പോലുമില്ല എന്ന് പ്രതിപക്ഷത്തിനും നന്നായി അറിയാം. മുൻപൊക്കെ പാർലമെൻറ്റ് ബഹിഷ്കരിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്നതൊക്കെ വലിയ വാർത്തയായിരുന്നുവെങ്കിൽ ഇന്ന് വാർത്തയല്ല. ഇന്ന് പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഒരു നീക്കമാണ് ശ്രദ്ധേയമായത്. രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ നിന്നും ഇറങ്ങി ബഹിഷ്കരിച്ചിട്ട് നേരെ പോയത് ദില്ലിയിൽ സമരം ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന, സമരത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്ന കർഷക നേതാക്കളെ കാണാനാണ്. കർഷക നേതാക്കൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞിരുന്നു, ഓഗസ്റ്റ് 15-ന് തങ്ങൾ ദില്ലിയിൽ ഉൾപ്പെടെ ട്രാക്ടർ റാലി നടത്തുന്നു. പഴയൊരു ട്രാക്ടർ റാലി നമുക്ക് ഓർമ്മയുണ്ട്. അന്നത്തെ ദിവസം അവർ ദില്ലിയിൽ അഴിഞ്ഞാടിയത്. അതിന് സമാനമായി തന്നെ ഒരു ട്രാക്ടർ റാലിയാണ് ആഗസ്റ്റ് 15-ന് അവർ പ്ലാൻ ചെയ്തത്. മുൻപ് റിപ്പബ്ലിക് ഡേക്കായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേക്കായിട്ട് മാറിയിരിക്കുന്നു. ഏതായാലും ആ സമരത്തിന് കരുത്ത് പകരുക എന്നുള്ള ഉദ്ദേശവുമായിട്ടാണ് രാഹുൽ ഗാന്ധി ഇന്ന് കർഷക നേതാക്കളെ കണ്ടത്. അതിന്ന് വലിയ രീതിയിൽ വാർത്തയായിരിക്കുന്നു. പക്ഷെ കർഷക സമരത്തിൻ്റെ വാർത്തകൾ വലിയ രീതിയിൽ റീച്ച് കിട്ടാത്ത വാർത്തയായതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ എത്തിച്ചുകൊണ്ട് അതിന് റീച്ച് ഉണ്ടാക്കാനാണ് ഇന്ന് മാധ്യമങ്ങൾ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നത്, പ്രതിപക്ഷം പഴയതുപോലെയല്ല, പ്ലാൻഡാണ്. കാരണം മുൻപ്
പ്രത്യേകമായിരുന്നു ഈ പ്രതിപക്ഷത്തുള്ള പാർട്ടികൾ നിലകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് മമതാ ബാനർജി കൊടുക്കുന്ന അതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ പിണറായി വിജയനും സ്റ്റാലിനും സിദ്ധരാമയ്യയും ഒക്കെ ഒരേപോലെ കൊടുക്കുകയും ഒരേ അച്ചിൽ വാർത്തെടുത്ത ഒരേ രീതിയിലുള്ള ടൂൾ കിറ്റുകളാണ് മാധ്യമങ്ങളും നൽകുന്നത്. അതായത് ഒരു നിമിഷം ബംഗാളിൽ മമതാ ബാനർജി കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ വിവിധ ഭാഷകളിലേക്ക് മാധ്യമങ്ങൾ വലിയ രീതിയിൽ അത് BJPക്കും കേന്ദ്ര സർക്കാരിനുമെതിരെയുള്ള വാർത്തകളായി നൽകുന്നു. സോറോസസിനെ കണക്ക് ഫണ്ട് വലിയ രീതിയിൽ മുടക്കുന്നത് കൊണ്ട് സോഷ്യൽ മീഡിയയും അത്തരം വാർത്തകൾക്ക് റീച്ച് കൊടുക്കുകയും വലതുപക്ഷാഭിമുഖ്യമുള്ള ചാനലുകൾ ഇന്നും തെരഞ്ഞെടുപ്പിന് മുൻപേ തുടങ്ങിയതാണ്, ഇപ്പോഴും റീച്ച് ഇല്ലാതെ താഴെത്തട്ടിലാണ്. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി തന്നെ സൂചിപ്പിച്ചു, തനിക്ക് ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ പോലും നേരെ ചൊവ്വെ എത്തുന്നില്ല എന്ന്. അതാണ് ഇന്ന് സോഷ്യൽ മീഡിയയുടെ അവസ്ഥ തന്നെ. ഏതായാലും പ്രതിപക്ഷം വെൽ പ്ലാൻഡാണ്, ഒപ്പം തന്നെ അവർക്കൊപ്പം നിൽക്കുന്ന മാധ്യമങ്ങളും. അതുകൊണ്ട് തന്നെ പഴയതുപോലെ കഥയറിയാതെ BJPയുടെ നേതാക്കന്മാർ, അതായത് താഴെത്തൊട്ടുള്ള നേതാക്കന്മാരും അണികളും അലസന്മാരായി ഇരുന്നു കൊണ്ട് പൊങ്ങച്ചം പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ പണി പാളാൻ ഇനി അധിക സമയം വേണ്ടിവരില്ല. പകരം നിങ്ങൾ പെട്ടിരിക്കുന്ന അപകടത്തെക്കുറിച്ച് ബോധവാന്മാരാകുക, കൃത്യമായി മുൻപോട്ട് പോവുക. ഇതിനാണ് ന്യൂസ് ഇന്ത്യ മലയാളത്തിലെ പോയിന്റ്. നന്ദി, നമസ്കാരം.